ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റി ടോസ്റ്റി ലൈഫ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വാട്സ് റിമൂവലിനെ കുറിച്ചാണ്. ഞാനൊരു 6-7 മാസം മുമ്പ് എൻ്റെ ഫേസിലെ വാട്സൊക്കെ റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, എനിക്ക് ഫേസിലായിരുന്നു അധികം. ഞാനത് ചെയ്തത് ഇവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയിട്ടാണ് ചെയ്തത്. ഡോക്ടറാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന്. കാരണം അങ്ങനെ അത് ചെയ്യാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. സോ ഞാൻ എനിക്ക് ആക്ച്വലി ഫേസിൽ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ബ്രൗൺ സ്പോട്ട്സ് ആയിട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇത് പല ടൈപ്പ് വാട്ട്സ് ഉണ്ട് കേട്ടോ. അതായത് എന്താ പറയുക, ചിലർക്ക് ഈ സ്കിൻ ടാഗ്സ് ഉണ്ട്, അതേപോലെ ചിലർക്ക് മോൾസ് ആയിട്ടുണ്ട്. എനിക്കിങ്ങനെ ചെറിയ ചെറിയ ഡാർക്ക് ബ്രൗൺ ബ്ലാക്ക് പോലത്തെ കളറിലിങ്ങനെ കുത്തുകുത്തുമായിട്ടായിരുന്നു ഫേസിലായിരുന്നു അധികം. ആക്ച്വലി ഇത് ഒരു എന്താ പറയുക, ഒരു 4-5 വർഷം ഒക്കെ ആയിട്ടുണ്ടാവും. 4-5 അതിന് കൂടുതലായിട്ടുണ്ടാവും. 1-2 ആയിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഞാൻ അല്ലെങ്കിലും കുറവായിരുന്നു ഈ എന്താ പറയുക, അധികം ഈ ഒരുങ്ങുന്നതും ഈ ഫേസും സ്കിൻ ശ്രദ്ധിക്കുന്ന കാര്യത്തിലൊക്കെ ഞാൻ ബാക്കോട്ടേക്കായിരുന്നു മുമ്പ്. ഇപ്പോഴാണ് ഇച്ചിരി നാളായിട്ടാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പം ഞാൻ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ലൈക്ക് ആഫ്റ്റർ ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എനിക്ക് 1-2 ആയിട്ടാണ് ഫേസിൽ വന്നു തുടങ്ങിയത്. പക്ഷേ എനിക്ക് ആ സമയം ഇതൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇത് സ്പ്രെഡ് ആവുമെന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും വന്നാൽ പതുക്കെ പതുക്കെ അത് സ്പ്രെഡ് ആവും. പിന്നെ ഇപ്പം നമ്മുടെ തന്നെ സെയിം ടവല് വേറെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും യൂസ് ചെയ്താൽ അവർക്കും ഇത് സ്പ്രെഡ് ആവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊന്നും അറിയില്ലായിരുന്നു. സോ അങ്ങനെ എനിക്ക് ഫേസിൽ നല്ലോണം ആയി. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സിനോട് നിൽക്കുമ്പോഴാണ് ഇതിങ്ങനെ എന്താ പറയുക, അത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ നമ്മൾ തൊട്ടാൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പോൾ ഫോട്ടോസിലും വീഡിയോസിലൊന്നും അറിയില്ല. അങ്ങനെ അത് എടുത്ത് കാണിക്കില്ല. കാരണം തീരെ ചെറിയ ചെറിയ പൊടിയായിട്ട് ഇങ്ങനെ ഫേസിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 1-2 സ്ഥലത്തായിരുന്നു എനിക്ക് ഇച്ചിരി അധികം, അതായത് 2-3 ഇങ്ങനെ അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിറച്ചൊന്നായിരുന്നു. പിന്നെ എനിക്കിത് പ്രശ്നമായി തുടങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് കണ്ണിൻ്റെ മേളിലൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വന്നു തുടങ്ങി. അപ്പം ഈ ഒരെണ്ണം കറക്റ്റ് നമ്മൾ കൺമഷി ഐലൈനർ ഇടുന്ന അവിടെ തന്നെ വന്നു തുടങ്ങി. അപ്പോൾ ഇത് നല്ലോണം ഫേസിൽ സ്പ്രെഡായി. പിന്നെ നെക്കിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒന്ന് കാണിക്കാം, ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ ഒരു ക്ലിനിക്കിൽ പോയി കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ മെയിൻലി എനിക്ക് ആക്ച്വലി 2 സംഭവങ്ങളുണ്ട്. ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണാം, ഇത് എനിക്ക് ഫ്രെക്കിൾസാണ്. എൻ്റെ മമ്മിക്കും ഉണ്ടായിരുന്നു. അപ്പം അത് ഫ്രെക്കിൾസാണ്. അതിന് വേറെ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ. ലേസറിൻ്റെ ഇതും കെമിക്കൽ പീലിങ്ങും ഒക്കെ പറഞ്ഞാൽ അത് വേറെ സംഭവമുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. എനിക്ക് മെയിനായിട്ട് ഇതാണ് ഇങ്ങനെ എടുത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ അതുമാത്രം തൽക്കാലം റിമൂവ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിന് ലേസർ അതിങ്ങനെ കരിച്ച് കളയുക ചെയ്യുക. അപ്പോൾ അത് ഒരെണ്ണത്തിന് 50 റുപ്പീസ് അങ്ങനെ വെച്ചായിരുന്നു ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് വരിക. അപ്പം നമ്പർ അനുസരിച്ച് നമുക്ക് എത്ര എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ. അപ്പോൾ ഞാൻ പിന്നെ തീരെ ചെറുതൊന്നും എടുത്തില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് കാണുന്നത് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ ഡോക്ടറോട് സംസാരിച്ചു. അത് പ്രൊസീജിയർ ഡോക്ടർ പറഞ്ഞു, എന്താ പറയുക, നമ്മൾ ചെല്ലുന്ന ദിവസം ഫേസ് ക്ലീനായിട്ട് ജസ്റ്റ് അവരൊരു നമ്മിങ് ക്രീം ആദ്യം തേക്കും അതിന് മേലെ. അത് കഴിഞ്ഞിട്ടാണ് ലേസർ വെച്ച് അതിങ്ങനെ കരിയിച്ച് കളയണത്. അപ്പോൾ പെയിനൊന്നും അങ്ങനെ വലിയ പെയിനൊന്നും ഉണ്ടാവില്ല. നമ്മിങ് ക്രീം ഇട്ടാലും ചെറിയൊരു പെയിൻ ഉണ്ടാവും. അതിപ്പം പെയിനിൻ്റെ ഇപ്പോൾ ഒരു ഇൻറ്റൻസിറ്റി പറയാമെന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യം ഇച്ചിരി പെയിൻ എനിക്ക് സഹിക്കാം, പ്രശ്നമില്ല. ഇതിപ്പോൾ എന്താ ഒരു ഉറുമ്പ് കടിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ പോക്ക് ചെയ്തപ്പം സേഫ്റ്റി പെണ്ണെന്ന് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി അങ്ങനെ ചെറിയൊരു വേദന ഉണ്ടാവില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ പ്രശ്നമായി തോന്നിയില്ല. ഒരു 20-25 മിനിറ്റ്സിൽ പ്രൊസീജിയർ കഴിഞ്ഞു. ക്രീം പരട്ടി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് കരിയിച്ച് കളയുക ചെയ്തത്. അപ്പോൾ
20-25 ഒക്കെ മതി. അപ്പം ഞാൻ ചെന്ന് ആദ്യം ഒരു ദിവസം പോയി ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസമാണ് പോയിട്ട് ഇത് ചെയ്തത്. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഒരു 1 വീക്ക് എടുക്കും. ഒരു 6-7 ഡേയ്സ് എന്തായാലും എടുക്കും ഇതൊക്കെ ഒന്ന് കരിഞ്ഞ് ഇങ്ങനെ പുഴിഞ്ഞ് പോവാനായിട്ട്. അപ്പോൾ ഉടനെ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണോ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല. സോ അതുകൊണ്ട് അത് നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ പോവാം. അപ്പോൾ അങ്ങനെ എനിക്ക് പക്ക ഒരു 7-8 ഡേയ്സ് എടുത്തു എല്ലാം ഇങ്ങനെ കുഴഞ്ഞു പോകാനായിട്ട്. അപ്പം അതിൻ്റെ പിക്ചേഴ്സും വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പം കഴുത്തിൽ ചെയ്യുമ്പോൾ അതേപോലെ കണ്ണിൻ്റെ ഐലിഡ്സിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി പെയിൻ അതായത് കമ്പാരിറ്റീവ്ലി എനിക്ക് ഫേസിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഈ 2 സ്ഥലത്താണ് തോന്നിയത്. ഇത് ചെയ്ത പാടെ നമ്മളിപ്പം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പം ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ട് പോവുക ഫേസ്. പിന്നെ അതേപോലെ പൊടിയൊന്നും തട്ടാണ്ടിരിക്കുകയും പിന്നെ അധികം ഇതൊന്ന് പോകുന്നവർക്ക് അധികം ട്രാവൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഡസ്റ്റും ഇതൊക്കെ ഒന്ന് ഫേസിൽ ഇപ്പം പറ്റാണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. അതൊക്കെ ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. ഇതിനെ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അരിമ്പാറ എന്നാണ് പറയുന്നത് തോന്നുന്നു. പാലുണ്ണി അതൊക്കെ എനിക്ക് തോന്നുന്നു. പാലുണ്ണി മേ ബി എനിക്കൊന്ന് ഡാർക്ക് സ്പോട്ട്സ് ആവില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാം വാട്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് പ്രൊസീജിയർ ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുക എപ്പോഴും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വീണ്ടും വരുമെന്നൊക്കെ ഞാൻ ഡോക്ടറോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ മോസ്റ്റ്ലി അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ മേ ബി ഒരു 3-4 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം പിന്നെയും വന്ന് തുടങ്ങാം. അപ്പോൾ ഇതിപ്പം അങ്ങനെ എന്താ പറയുക ഒരു പെർമനന്റ് സൊല്യൂഷൻ ഒന്നുമല്ല. പക്ഷെ ഒരു ടൈം ഇതിപ്പോൾ ചെയ്തു ഇനി ഇച്ചിരി നാൾ കഴിയുമ്പോൾ വീണ്ടും ഇപ്പം കുറേ ഫേസിൽ നെക്കിലൊക്കെ വരികയാണ്. നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും റിമൂവ് ചെയ്യാം അങ്ങനെ. അപ്പോൾ എന്തായാലും ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്ഥലത്ത് നിന്ന് പോയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതേപോലെ ഈ പ്രൊസീജിയർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റിൽ ഷെയർ ചെയ്യൂ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നെ സപ്പോർട്ട് ചെയ്യൂ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് എവ്രി വൺ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.